ചാനലിലുള്ള ചർച്ചയാവും. വാർത്തയില്ലാത്ത ഓൺലൈൻ മീഡിയക്കാര് തേടി വരും. അപ്പൊ പിന്നെ ഈ നാട് മാത്രമല്ല, കേരളം മൊത്തം അതറിഞ്ഞോളും. അത്യപൂർവമായൊരു കുടുംബ വഴക്കെന്നും പറഞ്ഞു. എന്നാലും ഡാഡി ഇങ്ങനെ മമ്മിയെ തോൽപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതില്ല. അവൾ ഈ വീട്ടിൽ കയറിയ അന്നു മുതൽ എന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ തുടങ്ങിയതാ നിങ്ങളുടെ ഡാഡി. ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ മൂർച്ച കൂടിക്കൂടി വരുന്നു എന്നുള്ളതും എനിക്കറിയാം. പക്ഷെ ബുദ്ധിമാനാണ്, നിഷ്പക്ഷമായിട്ട് അഭിനയിക്കും. എന്നിട്ട് അവൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ കഴുത്തറക്കും. എന്തു പറഞ്ഞാലും മകനോടുള്ള സ്നേഹമാണ്, അവനെ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷമാണ്. എല്ലാം കൊള്ളമാണ്, കൊള്ളം. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റ് എന്നാണ് നിങ്ങളുടെ ഡാഡി ആ ഫോട്ടോയെ കുറിച്ച് പറഞ്ഞത്. കേട്ടല്ലോ? അതിന്റെ അർത്ഥം നമ്മുടെ വീട്ടില് ഏതെങ്കിലും ഒരു കോണില് അവരത് വയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ ഒരു ഫോട്ടോ ഈ വീട്ടിനകത്തുണ്ടാവാൻ പാടില്ല. അതിന്റെ പേരിൽ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും. എന്തായിരുന്നു അവളുടെ അഭിനയും ചിരിയും, അത് ഇത്. ഓക്കെ ആണല്ലോ. സത്യം പറഞ്ഞ ഇങ്ങനൊരു ഫോട്ടോ എന്റെ മനസ്സിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതെ, അച്ഛന്റെ മനസ്സിലെ ആ ആഗ്രഹം കണ്ടെടുത്ത് നടത്തി തരേണ്ടത് ഒരു മകന്റെ കടമയല്ലേ? അതാ ഞാൻ ചെയ്തത്. എല്ലാവരും ചേർന്നുള്ള ഈ ഇരിപ്പുണ്ടല്ലോ, ഒരു സ്വപ്നമാണത്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും പരസ്പരം അംഗീകരിച്ച് പരസ്പരം ചേർന്നിരിക്കുന്ന ഒരു മുഹൂർത്തം. കാലം മുമ്പോട്ടല്ലേ, ഇതെല്ലാം സംഭവിക്കാനുള്ളത് തന്നെയാണ്. അതെ, പതുക്കെ പറഞ്ഞാ മതി. അമ്മയുടെ ചെവി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. പത്മ കേട്ടാ തന്നെ എനിക്കെന്താടാ? നീ അങ്ങനെയൊന്നും എന്നെ പേടിപ്പിക്കാന്ന് കരുതണ്ട. നീ കാണിക്കുന്ന ചങ്കൂറ്റൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. നിന്റെ പ്രായത്തിൽ ഞാനും അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല. അതെനിക്കറിയാലോ. അതിന്റെ കനല് ഞാനത് കാണുകയും ചെയ്തു. എന്ത് കനല്? അമ്മയും ചേച്ചിയും വേദയൊക്കെ പിണങ്ങി പോയിട്ടും അമ്മ കൂടെ ഇല്ലാതെ ആ കേക്ക് മുറിക്കാൻ അച്ഛൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അതെ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല. അതിലുണ്ടായിരുന്ന അച്ഛന്റെ എല്ലാ പ്രതിഷേധവും. വന്നിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാണ് നിന്റെ തീരുമാനമെങ്കിൽ ആ നാണക്കേട് എനിക്ക് തിരിച്ചു തരാൻ അറിയാം എന്ന് അമ്മയോട് പറയുന്ന ഒരു രീതി. ഡാഡാ, നീ ഇതിങ്ങനെ പറഞ്ഞു വലുതാക്കൊന്നും വേണ്ട. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യുന്നതാ ശരിയെന്ന് എനിക്ക് തോന്നി. അതിന്റെ അർത്ഥം നിന്റെ അമ്മയെ അവഗണിച്ചു എന്നൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കമ്പനിക്കും വേണ്ടി പത്മ ചെയ്ത കാര്യങ്ങളൊക്കെ അക്കമിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ നിന്റെ അമ്മയോട് എനിക്ക് ബഹുമാനം. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ കാലഘട്ടത്തില് പലപ്പോഴും എനിക്ക് മനസ്സിടറിപ്പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്റെ ധൈര്യം നിന്റെ അമ്മയായിരുന്നു. ഒരു കുടുംബത്തിലൊരു പെണ്ണിന്റെ പങ്ക് എന്താണെന്ന് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട് പത്മ. അതുപോലെ കമ്പനിയുടെ കാര്യത്തിലും അമ്മയുടെ കഷ്ടപ്പാട് നിനക്ക് തള്ളിക്കളയാൻ പറ്റൂ? അതെ, അതിനാരാ തള്ളിക്കളഞ്ഞാച്ചാ? പിന്നെ എല്ലാം ചെയ്തത് ഞാനാണെന്ന് അഹങ്കരിക്കുമ്പോ ഒരു കൊട്ടു കൊടുക്കണമെന്ന് തോന്നും, അത്രേ ഉള്ളൂ. അത്രേ പാടുള്ളൂ. എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു ആഘോഷം കൂടി ഒരു വലിയ പ്രശ്നത്തിൽ അവസാനിച്ചു. അല്ല, ഇനി എന്താ പരിപാടി? മുറിയിലേക്ക് പോകുന്നോ അതോ ഇവിടെ ഹാളിൽ അങ്ങനെ കിടക്കുന്നോ? ഞാൻ എന്തെങ്കിലും പത്നിയെ നിഷേധിച്ച് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കണം. അതിനുവേണ്ടിയല്ലേ നീ കൂടെ കൂടെ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ എനിക്കിപ്പോ സൗകര്യമില്ല. അങ്ങി ചെല്ല്. അതെ, ആക്രമണം രൂക്ഷമായാല് എന്നെ ഒന്ന് വിളിച്ചാ മതി കേട്ടാ.
ഞാൻ അതിൽ കയറി ഇടപെടത്തൊന്നുമില്ല. നമുക്ക് വണ്ടി എടുത്ത് പുറത്തോട്ട് അങ്ങനെ പോവാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവട്ടെ. എന്താ?